ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലേക്കാണ് ഈ ഒരു അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ് ഇന്നത്തേത്. നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായിട്ട് ഒരു കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം അത് നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഈ റീഡിംഗ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് റിലാക്സ്ഡ് ആവേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്ന് രണ്ട് തവണ ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഈ ഒരു മാക്സിമം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ റീഡിംഗ് കേൾക്കാൻ ശ്രമിക്കുക. ഈ റീഡിങ്ങിൽ എനിക്ക് കിട്ടുന്ന യൂണിവേഴ്സൽ മെസ്സേജ് എന്തൊക്കെയാണോ അത് മാത്രമായിരിക്കും ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസോ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളോ ഞാനിവിടെ ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ടാരോ പ്ലീസ് ഗൈഡ് മീ ഫോർ മൈ ഓഡിയൻസ്. എന്താണ് അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്? വാട്ട് മേജർ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഇൻ ടു യുവർ ലൈഫ്? സോ ഞാൻ ഒരു 7 കാർഡ് സ്പ്രെഡ് എടുത്തിട്ട് തിരിച്ചു വരാം. അതിനുശേഷം നമുക്ക് റീഡിങ് തുടരാം. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 7 കാർഡ് സ്പ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നത് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്ന ബ്ലെസ്സിങ് എന്താണ് ചോദിച്ചിരിക്കുമ്പോൾ കിട്ടിയ കാർഡാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ഏരിയയിലാണ് ഈ ഒരു ബ്ലെസ്സിങ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്? So it's a lover's card, so I can't show you here. ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കാം ബിക്കോസ് എനിക്കിത് ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് എനർജിയാണ് ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, എന്ത് എനർജിയാണ് നിങ്ങൾ ഈ ഒരു ബ്ലെസ്സിങ് വരാനായി സ്ലോ ഡൗൺ ചെയ്യുന്നത്? ഓക്കെ, ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേഗം വരാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സൈൻ കിട്ടുമോ? ഓക്കെ, എങ്ങനെയായിരിക്കും ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫ് ഉണ്ടാവുക? ഓ, ഓക്കെ. സോ നമുക്ക് ഈ റീഡിംഗ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്ത് ബ്ലെസ്സിങ്സ് ആണ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് മേ ബി ഒരു സോൾമേറ്റ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും വ്യക്തി നിങ്ങളെ ചിലപ്പോൾ ഹീൽ ചെയ്യാൻ വരുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പുതിയൊരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഇപ്പം നിങ്ങൾ ബിസിനസ്സിലൊക്കെ പാർട്ട്ണർഷിപ്പ് നോക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ സപ്പോർട്ട്, അതുപോലെ ഒരു യൂണിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. ആൻഡ് ഇതൊരു ഇമോഷണൽ ബാലൻസ് കൂടി നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. സോ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ സംതിങ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ലൈഫിൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. മേ ബി നിങ്ങൾക്കൊരു ലവ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തെന്നിരിക്കും. ഓക്കെ, നിങ്ങളൊരു പുതിയ യാത്രയ്ക്ക്, അത് വൈകാരികമായ ഒരു പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ, അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു വ്യക്തി വരാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ട്. ഇതൊരു നല്ല തുടക്കമായിരിക്കുകയും ചെയ്യും. ഇതാണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് സെക്കൻഡ് കാർഡ് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റില്ല, കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കാർഡ് നമ്പർ 2 ഇസ് ലവർ ആണ്. അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലായിരിക്കും ഈ ഒരു വ്യക്തി കൂടുതൽ ഇമ്പാക്റ്റ് വരുത്താൻ വേണ്ടി പോകുന്നത്? സോ നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലൈഫിലായിരിക്കും ഈ ഒരു വ്യക്തി കൂടുതൽ ഇമ്പാക്റ്റ് വരുത്താൻ വേണ്ടി പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി മേ ബി ചില ബന്ധങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ചില എക്സ്പീരിയൻസുകൾ കാരണം.
അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിച്ചിരിക്കാം. പക്ഷേ ഒരു സോൾമേറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കാർമിക് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു. അതായത് ഒരു ശരിക്കും ഒരു എന്താ പറയുക അൺകണ്ടീഷണൽ ലവ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ചതിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഹൃദയം പറയുന്നത് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ അത് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതായത് മുൻവിധിയോടുകൂടി ഇത് സമീപിക്കാതിരിക്കുക. മേ ബി നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് റിഗ്രറ്റ് തോന്നിയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിരിക്കാം. ചില വ്യക്തികളെ വിശ്വസിച്ചിട്ട് അത് വിശ്വസിക്കേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളെ ഇമോഷണലി നല്ല രീതിയിൽ വേദനിപ്പിച്ച് നിങ്ങൾക്ക് ഈ ഒരു ലവ് ലൈഫിലൊന്നും തീരെ വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തി വരുമ്പോൾ അങ്ങനെയല്ല സാഹചര്യങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങും. സോ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ എന്താണ് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേടിയില്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് പുതുതായിട്ട് വരുന്ന സമയത്ത് ഒരു നല്ല സുഹൃത്താണ് വരുന്നത് എന്ന് വിചാരിച്ച് പേടിയില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, സ്നേഹത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ ഇത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആണെന്ന് തന്നെയാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുക. ഓക്കെ, സോ എന്തായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കാരണം? മേ ബി നിങ്ങൾ നേരത്തെ, അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ലോൺലിനെസ്, ഒറ്റപ്പെടൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സ്ട്രഗിൾസ് ഒരുപാട് നേരിട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എൻ്റെ ലൈഫ് ഇങ്ങനെയല്ല പോകേണ്ടത്, ഐ ഡിസേർവ് ബെറ്റർ, ഞാൻ കുറച്ച് നല്ല ഒരു സുഹൃത്തിനെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഒരു റിയൽ സ്റ്റെബിലിറ്റി എനിക്ക് കണ്ടുപിടിക്കണം, എനിക്ക് ഒരു സത്യസന്ധമായിട്ടൊരു സ്നേഹം എനിക്ക് ലൈഫിൽ വേണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുക. അതായിരിക്കും നിങ്ങൾ പാസ്റ്റ്, നിങ്ങളുടെ എനർജി ആയിരിക്കും ഈ ഒരു വ്യക്തിയെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങളുടെ ഈ ഏറ്റവും ഒറ്റപ്പെട്ട ആ ഒരു സമയം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ വന്ന ആ ഒരു സമയം നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. ആ ഒരു സമയം കഴിയുമ്പോഴായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. മേ ബി നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതോടുകൂടി നിങ്ങൾക്കൊരു ഒരു നമ്മൾക്ക് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ സംതിങ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇപ്പോൾ നിങ്ങളുടെ എൻ്റെ എനർജിയാണ് ഈ ഒരു ബ്ലസ്സിങ് നിങ്ങളിലേക്ക് വരാനായിട്ട് തടുക്കുന്നത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു കാർഡാണിത്. സോ ഈ ഒരു കാർഡ് പറയാം, നിങ്ങളൊരു റെസ്റ്റ് സ്റ്റേജിലാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങൾ മാനസികമായി ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ കൊണ്ടും നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റ് എടുക്കുകയായിരിക്കും. അതായത് നിങ്ങൾ ഹീലിംഗ് നോക്കുകയായിരിക്കും. നിങ്ങളുടെ പാസ്റ്റ് പെയിൻ, നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ആ ഒരു വേദനകളിൽ നിന്നൊക്കെ നിങ്ങളൊരു ഹീലിംഗ് നോക്കുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ഭയങ്കരധികം എക്സോസ്റ്റഡ് ആയതിനു ശേഷം ഇനി ഒന്നിലുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആരോടും കമ്മ്യൂണിക്കേഷൻ തൽക്കാലം വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് സപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ട് ഇനി ആരോടും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ച് സൈലൻസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ്സ്, നിരാശ ഉണ്ടാകുമോ എന്നിട്ടുള്ള പേടി ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ മുറിവുകൾ ഹീൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഓവർ റെസ്റ്റ് ചെയ്യുന്നത് പ്രശ്നമാണ്. ഒരുപാട് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊരു ലൈഫിൽ നിന്നുള്ള ഒരു എന്താ പറയുക വിഡ്രോവൽ പോലെയായിരിക്കും ഫീൽ ചെയ്യുക. ഒരു എന്താണ് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആർക്കും വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനെ തുറക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ആക്ഷനും എടുക്കാൻ തയ്യാറല്ല, ഞാൻ ഈ കംപ്ലീറ്റ് ട്രസ്റ്റ് ആയിരിക്കും, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് എത്താതിരിക്കുക. ഓക്കെ, ആ ഒരു തീരുമാനം ശരിയാവാതെ ഇരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു എനർജി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്കിലും റെഡി ആയിട്ടിരിക്കണം. നിങ്ങൾ അത് കമ്മ്യൂണിക്കേഷൻ റെഡി അല്ലാത്ത ഒരു സമയമാണ് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ,
സോ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, പക്ഷെ ഒരുപാട് സമയത്തേക്ക് നിങ്ങൾ റെസ്റ്റ് എടുക്കാതിരിക്കുക. ഓക്കെ. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ബ്ലെസ്സിങ് വരാൻ, പെട്ടെന്ന് വരാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 2 കാർഡും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഇനി ഞാൻ ആരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഓവർ തിങ്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ. ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കൂട്ടരുത്. ശരിക്കും ഈ ഒരു വ്യക്തി സംഭവിച്ചിരിക്കുന്നത്, ആള് സ്വന്തം ചിന്തകളിൽ ട്രാപ്ഡ് ആണ്. ഓക്കെ. ശരിക്കും റിയാലിറ്റി അങ്ങനെ ആയിരിക്കില്ല. പുതിയ പുതിയ അനുഭവങ്ങൾ ആൾക്ക് വരാനായിട്ടുണ്ടായിരിക്കും. പക്ഷെ സ്വന്തം ചിന്തകൾ ഈ ഒരു വ്യക്തി ട്രാപ്ഡ് ആണ്. വേണമെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേടികളെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളുടെ ലൈഫിലുണ്ടായ പാസ്റ്റ് പെയിൻ, അതായത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ സമയങ്ങളിൽ ആളുകളൊക്കെ ഇങ്ങനെയാണ്, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തും എന്നുള്ള രീതിയിൽ നിൽക്കാതെ, അത് നിങ്ങളുടെ ലൈഫിൽ നടന്നൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ആ ഒരു പാസ്റ്റ് പെയിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ഓക്കെ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും, അത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ വിധിച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇങ്ങനെ പേടിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈഫ് നയിക്കേണ്ട ഒരാളല്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് വരാൻ അനുവദിക്കുക. അപ്പൊ നിങ്ങൾ സ്വയം കണ്ണുകെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. ഓക്കെ. സ്വയം നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് വെക്കാതിരിക്കുക. അതാണ് നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം. ഓക്കെ. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു അനുഗ്രഹം വരുന്നതിന് മുമ്പ് നിങ്ങൾ കാണാൻ പോകുന്ന മേജർ ആയിട്ടുള്ള ഒരു സൈൻ എന്തായിരിക്കും? സോ ദ ഹെർമിറ്റ്. അതായത് നിങ്ങൾ ലൈഫിൽ തീരെ ഒറ്റപ്പെട്ടു പോയേക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മേജർ ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കാരണമാകും. കാര്യം, നമ്മുടെ ലൈഫിൽ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന കാര്യം ഏകാന്തത എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു സമയമുണ്ട്. അതായത് എന്താ, ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആസ്വദിക്കാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. സോ അത് നിങ്ങൾ തുടങ്ങിക്കാണും. അതായത് നിങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ഫേക്ക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം, ഈ ഒരാളുകളൊന്നും എൻ്റെ ചുറ്റിനും വേണ്ട, അവരുടെ എനർജി എന്നെ അഫക്റ്റ് ചെയ്യണ്ട, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ സോളിറ്റ്യൂഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ ഏകാന്തത ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവും. ഓക്കെ. അത് മാത്രമല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആയി തുടങ്ങും. ഓക്കെ. നിങ്ങൾക്ക് എന്താ ഉൾവലിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഇപ്പം ഭയങ്കര സോഷ്യലായിട്ട് എല്ലാവരുടെയും കൂടെ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും, ഓക്കെ, ഇനി എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് നോക്കണം, എൻ്റെ ഇൻറ്റ്യൂഷൻസ് ആണ്, അതനുസരിച്ചാണ് ഞാൻ ഇനി പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. സോ ഈ ഒരു സമയത്ത് പ്രിപ്പയർ, സംതിങ് ബിഗ് ഈസ് കമ്മിങ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വലിയൊരു കാര്യം വരാൻ പോകുന്ന ഒരു സമയമാണ്. ഓക്കെ. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് ഈ ബ്ലെസ്സിങ്സ് ഒക്കെ വന്നതിന് ശേഷം ഉണ്ടാവുക? സോ നിങ്ങളുടെ ലൈഫിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആളുകളും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതായത് നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഭയങ്കര ഓഫറുകളൊക്കെ തന്നിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിരിക്കും. ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ. ഈ ബ്ലെസ്സിങ്സിനൊക്കെ ശേഷം നിങ്ങൾ ഇമോഷണലി വളരെയധികം ഫുൾഫിൽഡ് ആയിട്ട് തോന്നും. നിങ്ങൾ മാനസികമായിട്ട് ഒരു സംതൃപ്തി നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ കാര്യമാണെങ്കിലും കരിയറിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ചോയ്സുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസുകളുണ്ട്. അഡിക്ഷനിലേക്ക് പോകാനുള്ള ചാൻസുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ. ടാരോ എന്ന് പറയുന്നത് ഓൾവേസ് ഒരു ഗൈഡൻസ് ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ, ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പല പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അതെല്ലാം നിങ്ങളെ മാടി വിളിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ കടന്നു വന്ന സിറ്റുവേഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങൾ ഇമാജിനേഷനും അത് ഇൻറ്റ്യൂഷൻസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ട് തോന്നും ലൈഫിൽ. അതായത് ഒരുപാട് പ്രതീക്ഷകൾ, നിങ്ങൾ ഇൻസ്പയർഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ കൂടിയായിരിക്കും. ഓക്കെ.
സോ ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതോടുകൂടി നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലൊരു ക്ലാരിറ്റി, അതുപോലെ ഇമോഷണൽ റിന്യൂവലൊക്കെ ഉണ്ടാവാൻ പോവാണ്. മാനസികമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു തലത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഒരു എക്സ്പാൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ബ്ലെസ്സിങ് കൂടിയാണ്. സോ നിങ്ങൾ എന്താണോ ഇല്ലാതെ വിഷമിച്ചത്, അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ആ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആകും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വിശ്വസിക്കുക, ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് വിശ്വസിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാൻ കൂടി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള മേജർ ബ്ലെസ്സിങ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.